നിങ്ങളെ വിദ്യാഭ്യാസ നിപുണന്മാർ എത്ര പേരുണ്ടോ അത്രയും പേര് ജീവിക്കേണ്ട ഒരു വിഷയമാണ്. വെറുതെ ഒരു തള്ളിക്കളയേണ്ട വിഷയമല്ല. ഇത് നിങ്ങളെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ ഒരു പുതിയ വിഷയമല്ല. ലോകത്തിന് കൊടുക്കേണ്ട ഒരു സത്യമായ വിഷയം നിങ്ങളുടെ കൂടി ലോകത്തിന് കൊടുക്കാൻ ദൈവം അനുവദിക്കപ്പെട്ട കാലം. ഇത് കളയരുത്. ഇത് കളഞ്ഞാൽ നിങ്ങൾക്കോ എനിക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്ര വലിയ ദുഃഖമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് നിങ്ങളുടെ കൂടി ഇത് ലോകത്തിന് എത്തത്തക്ക വിധം കർമ്മം ചെയ്യും. അതിന് ആരെങ്കിലും മക ഒപ്പിച്ചു എന്ന് പറയുകയും ആരെങ്കിലും ഒരു നമ്മളെ ജയിലിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. മനസ്സുള്ളവർ വരട്ടെ, അല്ലെങ്കിൽ വരണ്ട. അവരെപ്പോഴെങ്കിലും ആയില്ലേ അവിടെ ദൈവ നിശ്ചയം അനുസരിപ്പിച്ചേക്ക്. നിങ്ങൾ എന്തെല്ലാം ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്. സാറിന് ജീവിച്ചിട്ട് 2-4 മാസമായിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. എത്ര ആയിരം മൃഗങ്ങളും എത്രയാലും മനുഷ്യരായിരിക്കും പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തയില്ല. ചില ചുരുക്കുകൾ അതുപോലെ ഒഴുകിപ്പോകുന്നു. അതുപോലെ ഏതെല്ലാം തരത്തിൽ നാശനഷ്ടം പ്രകൃതിയിൽ നിന്നുണ്ടാകാമോ അതൊക്കെ വരുന്നു. ഇതെല്ലാം നമ്മളാരും തടഞ്ഞു നിർത്തിയായിരിക്കുന്നതാണ്. അപ്പൊ ഇതിന് നമ്മളെല്ലാവരും തന്നെ എങ്ങനെ വേണം, എന്ത് വേണമെന്ന് ചിന്തിക്കാൻ ഒരവസരം നമുക്ക് കിട്ടുകയില്ല. എന്തുകൊണ്ട് നമ്മളിതൊക്കെ ചിന്തിച്ചെടുക്കാവുന്ന വിഷയമല്ല. പിന്നെ കുറെ പേർക്ക് ചെറിയ പേർക്ക് അതിൽ പുതിയ ചെറിയ പങ്ക് അവർ കാണുകയും ചെയ്യുന്നു. ഇതല്ല, അനേക കോടിയാണ്. 3000 കോടി എന്ന് പറയുന്നത് ഇവിടെ 33 കോടി പറയുന്നത്. അത്രയും ഈ തൊണ്ണൂറുകൾക്ക് മുൻപ് ഉള്ള കർമ്മത്തിൽ വന്നിരിക്കുകയാണ്. അത് പിടിച്ചിരിക്കുക. ഇതെല്ലാം നോക്കി നിന്ന് നിങ്ങളെ എന്തെല്ലാം വഴിയിൽ ഇരിക്കണോ തിരിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം എന്ന് നിങ്ങളെല്ലാവരും ഇവിടെ വരികയും പോവുകയും ചെയ്യുന്ന അത്രയും എഴുത്തുകാരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ നമ്മളിങ്ങനെ പോയാൽ പോരാ. ആ ഒരു അറിവെങ്കിലും നിങ്ങൾ അനുഭവില്ലെങ്കിൽ ഞാൻ ഇത്രയും ഇങ്ങനെ ചെയ്തും ശരീരത്തിന് വയ്യ, ഇന്ന് തന്നെ ഇത്രയും വയ്യാത്ത ഈ ശരീരം കൊണ്ട് എന്തൊക്കെ പറയേണ്ടി വന്നു, വിഷമമുണ്ട്. അത് നിങ്ങൾ അങ്ങനെ പോയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങളോട് പറയുന്നത്. സിദ്ധിമാർക്കാണ് അല്ലെങ്കിൽ അച്ഛമാർക്കാണ് അതൊന്നും കാണിക്കാൻ പാടില്ല. ദൈവത്തിന് നമ്മുടെ മുമ്പിൽ സിദ്ധി കാണിക്കലും ഏതെങ്കിലും അച്ഛമാർഗങ്ങൾ കാണിക്കുന്നതും ദൈവത്തിന്റെ പണിയല്ല. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല.